Hi, welcome to Lash Class. BA ഫസ്റ്റ് സെമിസ്റ്റർ ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസ് ഫോർ ലിറ്ററേച്ചേഴ്സിലെ ഫിലിം റിവ്യൂ കുമ്പളങ്ങി നൈറ്റ്സ് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഈ ചാപ്റ്ററിലെ സമ്മറിയുടെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. ഇവിടെ നമ്മൾ ഈ ചാപ്റ്ററിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ്, എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള നോട്ട്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്കിതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. ഐഡന്റിഫൈ എ സിമ്പിൾ യൂസ്ഡ് ഇൻ കുമ്പളങ്ങി നൈറ്റ്സ്. വാട്ട് ഡസ് എ സിമ്പിൾ റെപ്രസെന്റ്? ഈ സിനിമയ്ക്കകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഒരു സിമ്പിളും അതിന്റെ മീനിങ്ങുമാണ് ചോദിക്കുന്നത്. ദ ഹൗസ് വിതൗട്ട് എ ഡോർ സിംബലൈസസ് ഓപ്പൺനെസ് ആൻഡ് ഇൻക്ലൂസിവിറ്റി. ഇപ്പൊ ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്ന പോലെ ഡോർ ഇല്ലാത്ത ഹൗസ് എന്നുള്ളതാണ് ഇതിലൊരു പ്രധാന സിമ്പിളായിട്ട് നമ്മൾ കാണുന്നത്. അത് ഇൻക്ലൂസിവിറ്റിയുടെയും ഓപ്പൺനെസ്സിന്റെയും സിമ്പിളായിട്ട് നമ്മൾ കണക്കാക്കുന്നു. സജീസ് ഫ്രണ്ട്സ് വൈഫ് ആൻഡ് ബോണീസ് അമേരിക്കൻ പാർട്ട്ണർ ആർ ഓൾ അക്കോമഡേറ്റഡ് ഇൻ ദ ഫാമിലി. അപ്പോൾ ഈ ഓപ്പൺനെസ്സിന്റെ സിമ്പിൾ എന്ന രീതിയിൽ നമ്മൾ കാണുന്നത് സജിയുടെ ഫ്രണ്ടിന്റെ വൈഫ് തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ഒരാളായിരുന്നു. ആള് മരിച്ചു പോകുന്ന സമയത്ത് ആളുടെ വൈഫ് ഇവരുടെ വീട്ടിലാണ് വന്ന് നിൽക്കുന്നത്. അതുപോലെ തന്നെ ബോണിയുടെ പാർട്ട്ണറായിട്ടുള്ള ആഫ്രിക്കൻ അമേരിക്കൻ യുവതി തുടങ്ങിയവരെല്ലാവരും ആ വീട്ടിൽ അക്കോമഡേറ്റ് ചെയ്യപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇറ്റ് ഓൾസോ റിഫ്ലെക്ട്സ് ഹൗ ദ മദർ വൺസ് വാക്ക്ഡ് ഔട്ട്, ഷോവിങ് ദാറ്റ് ദ ഹൗസ് ഹാസ് ഓൾവേസ് ബീൻ എ സ്പേസ് വിത്തൗട്ട് ബാരിയേഴ്സ്. ഇതുകൂടാതെ ഇവരുടെ അമ്മ ധ്യാനം കൂടുന്നതിന് വേണ്ടിയിട്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു. അപ്പോൾ ഈ വീട്ടിലേക്ക് ഇതുപോലെ ആർക്കും പ്രവേശിക്കാം, അതുപോലെ ആർക്കും ഇവിടുന്ന് പോകാം, ഇവിടെ ബാരിയേഴ്സ് ഒന്നുമില്ല എന്നുള്ളതിൻ്റെ ആ ഒരു ഓപ്പൺനെസ്സിൻ്റെയും ഇൻക്ലൂസിവിറ്റിയുടെയും സിമ്പിളായിട്ട് നമ്മൾ ആ ഡോർ ഇല്ലാത്ത വീടിനെ കണക്കാക്കുന്നു. സജസ്റ്റ് എനി 3 ന്യൂ ടൈറ്റിൽസ് ഫോർ ദ ഫിലിം കുമ്പളങ്ങി നൈറ്റ്സ്. ഇനി ഈ സിനിമയ്ക്ക് വേറെ 3 പേരുകൾ നിർദ്ദേശിക്കാനാണ് പറയുന്നത്. നമുക്ക് നേരത്തെ പറഞ്ഞൊരു സിമ്പിൾ എന്നുള്ള രീതിയിൽ ദ ഹൗസ് വിത്തൗട്ട് എ ഡോർ എന്നുള്ളൊരു പേര് സജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ടൈൽസ് ഓഫ് കുമ്പളങ്ങി, കുമ്പളങ്ങി ബ്രദേഴ്സ് തുടങ്ങിയ രീതിയിൽ ആ സ്റ്റോറിയുമായിട്ട് കണക്ട് ചെയ്യുന്ന ഏതെങ്കിലും 3 പേരുകൾ നമുക്ക് സജസ്റ്റ് ചെയ്താൽ മതിയാവും. അടുത്തത് വേർഡ്സ് മീനിങ്ങുമായിട്ട് മാച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. നമുക്കതിൽ ഡൈനാമിക് എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് ആയിട്ട് വരുന്നത് മാർക്ക്ഡ് ബൈ കോൺസ്റ്റന്റ് ചേഞ്ചസ് ഓർ പ്രോഗ്രസ്. സ്ഥിരമായി മാറിക്കൊണ്ടിരിക്കുകയും അല്ലെങ്കിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന കാര്യത്തെയാണ് നമ്മൾ ഡൈനാമിക് എന്ന് പറയുന്നത്. പ്രെജുഡൈസ് എന്ന് പറയുന്നത് അൺറീസണബിൾ ഒപ്പീനിയൻ ഓർ ജഡ്ജ്മെന്റ്, യുക്തിരഹിതമായിട്ടുള്ള അഭിപ്രായത്തെയോ ജഡ്ജ്മെന്റിനെയാണ് നമ്മൾ പ്രെജുഡൈസ് എന്ന് പറയുന്നത്. അൺകൺവെൻഷണൽ എന്ന് പറയുന്നത് സംതിങ് ദാറ്റ് ഡീവിയേറ്റ്സ് ഫ്രം നോർമൽ നോംസ് ആൻഡ് കസ്റ്റംസ്. സമൂഹത്തിന്റെ സാധാരണ രീതികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യത്തിനെയാണ് നമ്മൾ അൺകൺവെൻഷണൽ എന്ന് പറയുന്നത്. ഇനി ഡെപ്പിക്ഷൻ എന്നുള്ള വാക്ക് നമുക്ക് പരിചയമുള്ളതായിരിക്കും. റെപ്രസെന്റേഷൻ ഓർ പോർട്രയൽ ഓഫ് സംതിങ്, ഒരു കാര്യത്തെ അവതരിപ്പിക്കുക, ചിത്രീകരിക്കുക എന്നുള്ള അർത്ഥമാണ് ഡെപ്പിക്ഷൻ എന്നുള്ള വേർഡിന് വരുന്നത്. How does the character of Shammi became a critic of conventional concept of masculinity in the film? ഇനി ഈ സിനിമയ്ക്കകത്ത് ഷമ്മിയുടെ കഥാപാത്രം എങ്ങനെയാണ് ട്രഡീഷണൽ ആയിട്ടുള്ള ഈ സിനിമകൾക്കകത്തുള്ള മാസ്കുലിനിറ്റി എന്നുള്ള കൺസെപ്റ്റിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. The film portrays Shammi as an archetype of patriarchal values. അപ്പോൾ പുരുഷാധിപത്യ സമൂഹത്തിന്റെ എല്ലാ മൂല്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരാൾ എന്ന രീതിയിലാണ് ഷമ്മിയെ ഈ സിനിമയ്ക്കകത്ത് അവതരിപ്പിക്കുന്നത്. ട്രഡീഷണലി ദീസ് വാല്യൂസ് ആർ അസോസിയേറ്റഡ് വിത്ത് ഹീറോയിസം ഇൻ മൂവീസ്. സാധാരണഗതിക്ക് ഇത്തരം വാല്യൂസ് എല്ലാം ഹീറോയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് നമ്മൾ സിനിമകളിൽ കാണുന്നത്. ദ ഫിലിം ക്രിട്ടിക്സ് ദാറ്റ് കൺസെപ്റ്റ് ബൈ ഹൈലൈറ്റിംഗ് ദ ഹാർംഫുൾ ആൻഡ് ഡിസ്ട്രക്റ്റീവ് നേച്ചർ ഓഫ് ടോക്സിക് മാസ്കുലിനിറ്റി. എന്നാൽ ഈ ഷമ്മിയിലെ ടോക്സിക് മാസ്കുലിനിറ്റിയുടെ ഡേഞ്ചേഴ്സിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ട്രഡീഷണലി സിനിമയിലുള്ള കൺസെപ്റ്റിനെ ഈ സിനിമയിൽ ചലഞ്ച് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നത്. The rapport among the 4 brothers progress over the course of the film കുമ്പളങ്ങി നൈറ്റ്സ് എക്സ്പ്ലെയിൻ. ഇനി 4 ബ്രദേഴ്സും തമ്മിലുള്ള റിലേഷൻ ഈ സിനിമ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് പ്രോഗ്രസ് ചെയ്യുന്നെന്ന് പറയുന്നു. അതിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. The brothers begin as a divided group who argue and avoid each other. സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഇവര് 4 പേരും പരസ്പരം അവോയ്ഡ് ചെയ്യുകയും അതുപോലെ തന്നെ ആർഗ്യൂ ചെയ്യുകയും തർക്കിക്കുകയൊക്കെ ചെയ്യുന്ന രീതിയിലാണ്. New relationships and shared experiences slowly push them to reflect, change and support one another. പിന്നീട് അവരുടെ ജീവിതത്തിലേക്ക് പുതിയ ആളുകൾ കടന്നു വരുമ്പോഴും പുതിയ അനുഭവങ്ങൾ ഉണ്ടാവുമ്പോഴും പരസ്പരം മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന രീതിയിൽ അവർ മാറുന്നതായിട്ട് നമ്മൾ കാണുന്നു. By the end, they stand as a united family who accept each other without judgment. ഈ സിനിമ അവസാനിക്കുന്ന സമയത്തേക്ക് അവർ ഒരു യുണൈറ്റഡ് ഫാമിലി ആയിട്ട് എല്ലാവരും ഐക്യത്തോടു കൂടി പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ കാണുന്നത്. ഇനി ഇതിലെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, ക്രിട്ടിക്കലി അനലൈസ് ദ ക്യാരക്ടർ ഓഫ് ഷമ്മി ഇൻ ദ മൂവി കുമ്പളങ്ങി നൈറ്റ്സ്.
ഈ സിനിമയിൽ ഷമ്മിയുടെ കഥാപാത്രത്തെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. ദ ക്യാരക്ടർ ഓഫ് ഷമ്മി ഇസ് എൻ ആർക്കി ടൈപ്പ് ഓഫ് പാട്രിയാർക്കൽ ഹീറോ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പാട്രിയാർക്കൽ ഹീറോ അല്ലെങ്കിൽ പുരുഷാധിപത്യ സംസ്കാരത്തിന്റെ ഒരു മാതൃക എന്ന രീതിയിലാണ് ഷമ്മിയുടെ കഥാപാത്രത്തെ ഈ സിനിമയ്ക്കകത്ത് നമ്മൾ കാണുന്നത്. ഹിസ് ക്യാരക്ടർ എക്സ്പോസസ് ദ ഡേഞ്ചേഴ്സ് ഓഫ് ടോക്സിക് മസ്കുലിനിറ്റി. അതുകൂടാതെ ഈ ഒരു ടോക്സിക് മാസ്കുലിനിറ്റിയുടെ ഡേഞ്ചേഴ്സിനെ ഈ ഒരു കഥാപാത്രത്തിലൂടെ സിനിമ അവതരിപ്പിക്കുന്നു. ദ ഫിലിം ഇനീഷ്യലി പ്രസൻസ് ഹിം ആസ് ഡിസിപ്ലിൻഡ്, പൊളൈറ്റ് ആൻഡ് റെസ്പെക്റ്റബിൾ. തുടക്കത്തിൽ നമ്മൾ ഇയാളുടെ കഥാപാത്രത്തെ കാണുന്നത് വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള, ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള, പൊളൈറ്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരാളെന്ന രീതിയിലാണ്. ബട്ട് ദിസ് ഔട്ട്വേർഡ് ഇമേജ് ഹോൾഡ്സ് ഡീപ്പ് ഇൻസെക്യൂരിറ്റി ആൻഡ് നീഡ് ഫോർ കൺട്രോൾ. പക്ഷെ അത് അയാൾ പുറമേക്ക് പ്രദർശിപ്പിക്കുന്ന ഒരു ഇമേജ് മാത്രമാണ്. ഉള്ളിൽ അയാൾക്ക് ഇതുപോലെ ഇൻസെക്യൂരിറ്റിയും അതുപോലെ തന്നെ മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു നേച്ചറുമാണുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഹിസ് ബിഹേവിയർ ഷോസ് ഹൗ പാട്രിയാർക്കൽ എക്സ്പെക്ടേഷൻസ് ടേൺ പേഴ്സണാലിറ്റി ഇൻ ടു എ പെർഫോമൻസ്. ഇനി ഇയാളുടെ ക്യാരക്ടറിൽ നമ്മൾ പ്രധാനമായിട്ട് കാണുന്നത് ഇയാൾക്കൊരു പേഴ്സണാലിറ്റി ഇല്ല എന്ന രീതിയിലാണ്, അല്ലെങ്കിൽ അയാളുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഒരു പെർഫോമൻസ് മാത്രമാണ്. ഈ പാട്രിയാർക്കൽ വാല്യൂസിന് അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന, നമ്മൾ ഈ കുലസ്ത്രീ കുലപുരുഷൻ എന്നൊക്കെ പറയുന്ന പോലെ അത്തരത്തിലുള്ള ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പെർഫോമൻസ് മാത്രമായിട്ടാണ് അയാളുടെ പേഴ്സണാലിറ്റിയെ നമ്മൾ കാണുന്നത്. ഹിസ് ക്യാരക്ടർ ഷോസ് ദാറ്റ് ടോക്സിക് മാസ്കുലിനിറ്റി ഹാർംസ് നോട്ട് ഓൺലി വിമൻ ബട്ട് ഓൾസോ ദ മാൻ ഹൂ ട്രൈസ് ടു മെയിൻറ്റെയിൻ ദാറ്റ് പെർഫോമൻസ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു പേഴ്സണാലിറ്റി അയാളുടെ കൂടെയുള്ള ഫാമിലി മെമ്പേഴ്സിനും അതുപോലെ തന്നെ അവിടെയുള്ള സ്ത്രീകൾക്കും മാത്രമല്ല, ഇയാൾക്ക് കൂടി സെൽഫ് ഡിസ്ട്രക്റ്റീവ് ആണ് ഈ ഒരു പെർഫോമൻസ് എന്ന രീതിയിൽ നമ്മൾ സിനിമയിൽ കാണുന്നു. ത്രൂ ഹിസ് ക്യാരക്ടർ ദ ഫിലിം ചലഞ്ചസ് ദ ഹീറോയിക് മെയിൽ സ്റ്റീരിയോടൈപ്പ് ദാറ്റ് മലയാളം സിനിമ ഹാസ് ട്രഡീഷണലി സെലിബ്രേറ്റഡ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സാധാരണഗതിക്ക് ഇത്തരത്തിലുള്ള ഒരു ക്യാരക്ടറിന്റെ ഹീറോ ആയിട്ടാണ് സിനിമകളിൽ അവതരിപ്പിക്കാറുള്ളത്. അപ്പോൾ അത്തരം ഒരു കൺസെപ്റ്റിനെ ഇവിടെ ഈ ഒരു ക്യാരക്ടറിലൂടെ ചലഞ്ച് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നു. അനലൈസ് ദ കോംപ്ലക്സിറ്റീസ് ഓഫ് ലൈഫ് ആൻഡ് റിലേഷൻഷിപ്സ് ആസ് ഡെപിക്റ്റഡ് ഇൻ ദ ഫിലിം കുമ്പളങ്ങി നൈറ്റ്സ്. ഇനി സിനിമയ്ക്കകത്ത് ജീവിതത്തിലെയും ബന്ധങ്ങളിലെയും സങ്കീർണതകളെ എങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ചോദിക്കുന്നു. The film depicts the complexities of life and relationships with a raw honesty. ഒരു സത്യസന്ധതയോടുകൂടി അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടാണ് ജീവിതത്തിന്റെയും ബന്ധങ്ങളിലെയും സങ്കീർണതകളെ ഈ സിനിമയ്ക്കകത്ത് അവതരിപ്പിച്ചിട്ടുള്ളത്. The relationship of the brothers are shaped by both love and their emotional wounds. ഈ ബ്രദേഴ്സിന്റെ റിലേഷൻഷിപ്പിൽ നമുക്കത് കാണാവുന്നതാണ്. ഇവർക്ക് പരസ്പരം സ്നേഹമുണ്ട്, എന്നാൽ അതേസമയം തന്നെ ഇവരുടെ ഇമോഷണൽ വൂണ്ട് അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ള മുറിവുകൾ കൂടി ആ ബന്ധങ്ങളെ സ്വാധീനിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. Their fractured family creates tension, insecurity and unresolved anger in the love and care for each other. അപ്പോൾ അത്തരത്തിലൊരു സങ്കീർണമായിട്ട് റിലേഷൻഷിപ്പ് തന്നെയാണ് നമ്മൾ കാണുന്നത്. കോംപ്ലക്സ് ആയ രീതിയിൽ അവർക്ക് ഇൻസെക്യൂരിറ്റി ഉണ്ട്, ടെൻഷൻ ഉണ്ട്, അതുപോലെ തന്നെ ദേഷ്യം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുണ്ട്. എന്നാൽ എങ്കിൽ തന്നെയും അവർ പരസ്പരം സ്നേഹിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും കെയർ ചെയ്യുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നു. The story also shows that much of the complexities of life are based on societal expectations and pressures. മറ്റൊരു കാര്യം ഈ സിനിമയിൽ അവതരിപ്പിക്കുന്നത് ജീവിതത്തിൽ വരുന്ന പല സങ്കീർണതകളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് സൊസൈറ്റൽ പ്രഷേഴ്സ് അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻസ് ആണ്. സമൂഹം പ്രതീക്ഷിക്കുന്ന രീതിയിൽ ജീവിക്കാനുള്ള, പെരുമാറാനുള്ള ഒരു പ്രഷറിന്റെ ഭാഗമായിട്ടാണ് പല കോംപ്ലക്സിറ്റീസ് ഉണ്ടാവുന്നത് എന്നുള്ളത് ഈ സിനിമയ്ക്കകത്ത് കാണിക്കുന്നു. The film suggests that the solution to the complexities of life is not perfection but authenticity. പത്രത്തിൽ ജീവിതത്തിന്റെ സങ്കീർണതകൾക്കുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് പെർഫെക്ഷൻ അല്ല, മറിച്ച് ഒതന്റിസിറ്റിയാണ്. അവരവരെ ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കി ജീവിക്കുക എന്നുള്ളതാണ് അതിന്റെ സൊല്യൂഷൻ എന്ന രീതിയിലാണ് ഈ സിനിമയ്ക്കകത്ത് അവതരിപ്പിക്കുന്നത്. എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടൈറ്റിൽ കുമ്പളങ്ങി നൈറ്റ്സ്. ഇനി ഈ സിനിമയുടെ ടൈറ്റിലിന്റെ സിഗ്നിഫിക്കൻസിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. The title is significant as it aligns with the settings and the themes of the film. അപ്പോൾ ടൈറ്റിൽ നമ്മൾ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കാണുന്നത് അത് ഒരേ സമയത്ത് ഈ സിനിമയുടെ സെറ്റിംഗ്സുമായിട്ടും അതുപോലെ തന്നെ ഇതിന്റെ തീംസുമായിട്ടും അലൈൻ ചെയ്യുന്ന രീതിയിലാണ്. The narrative takes place in the village of കുമ്പളങ്ങി and most of the significant actions occur during night. ഈ സിനിമ നടക്കുന്നത് കുമ്പളങ്ങി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലായിട്ടാണ് കാണിക്കുന്നത്. അതുകൂടാതെ തന്നെ ഈ സിനിമയിലെ പ്രധാനപ്പെട്ടിട്ടുള്ള രംഗങ്ങളെല്ലാം തന്നെ രാത്രിയാണ് നമ്മൾ കാണുന്നത്. അത്തരത്തിൽ ഈ സിനിമയുടെ ടൈറ്റിൽ ഇതിൽ നരേറ്റീവുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ട് കിടക്കുന്നത് നമ്മൾ കാണുന്നു. Therefore, the title directly references the narrative. The title is also symbolic. ഇതുകൂടാതെ സിംബോളിക് ആയിട്ടുള്ള മീനിങ് കൂടി ടൈറ്റിലിന് വരുന്നുണ്ട്. The darkness of the night symbolizes emotional wounds and insecurities of the characters. ഇതിലെ ക്യാരക്ടേഴ്സ്, പ്രത്യേകിച്ചും ആ ബ്രദേഴ്സ്,
എല്ലാം തന്നെ ഒരുപാട് ഇൻസെക്യൂരിറ്റീസും അതുപോലെ തന്നെ ഇമോഷണൽ വൂൺസും എല്ലാം ഉള്ള ആളുകളായിട്ടാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ ഒരു സിമ്പിളായിട്ട് നമ്മൾ നൈറ്റിനെ കണക്കാക്കുന്നു. ദ സ്പെക്ടാക്കിൾ ഓഫ് സീ സ്പാർക്കിൾ അച്ചീവ്സ് എ തീമാറ്റിക് കണക്ഷൻ. ഇതുകൂടാതെ സിനിമയുടെ അവസാനം സീ സ്പാർക്കിൾ എന്ന് പറയുന്ന ആ കടലിനകത്ത് ഇങ്ങനെ രാത്രി തിളങ്ങുന്ന ഒരു വെളിച്ചം വരുന്നതിനെ കുറിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതും ഒരു തീമാറ്റിക് കണക്ഷൻ വരുന്നതായിട്ട് നമ്മൾ കണക്കാക്കുന്നു. ഇറ്റ് അലൂഡ്സ് ദാറ്റ് ദർ ഈസ് ഹോപ്പ് ഈവൻ അമിഡ്സ് ഡാർക്ക്നെസ്. ഈ ഇരുട്ടിനിടയിലും പ്രതീക്ഷയുടെ വെളിച്ചമുണ്ട് എന്നൊരു സിമ്പിളായിട്ട് നമ്മൾ അതിനെ കണക്കാക്കുന്നു. Therefore, the title is both narratively and thematically significant. അത്തരത്തിൽ ഈ സിനിമയുടെ നരേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടും തീമുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടും സിഗ്നിഫിക്കൻ്റ് ആയിട്ടൊരു ടൈറ്റിൽ ആണെന്ന് നമുക്ക് പറയാം. ഇനി ഇതിലെ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, വൈ ഈസ് കുമ്പളങ്ങി നൈറ്റ്സ് കൺസിഡേർഡ് ആസ് എൻ എക്സ്പെരിമെന്റൽ മൂവി ഇൻ മലയാളം ഫിലിം സിനാരിയോ? എന്തുകൊണ്ടാണ് കുമ്പളങ്ങി നൈറ്റ്സിനെ ഒരു എക്സ്പെരിമെന്റൽ മൂവി എന്ന് വിളിക്കുന്നതെന്ന് ചോദിക്കുന്നു. Kumbalangi Nights is considered an experimental movie because it breaks many familiar patterns in Malayalam cinema. മലയാളം സിനിമയിൽ പൊതുവിൽ കണ്ടുവരുന്ന പല പാറ്റേൺസും ഈ സിനിമയ്ക്കകത്ത് ഇല്ല എന്ന രീതിയിലാണ് നമ്മൾ ഇതിനെ ഒരു എക്സ്പെരിമെന്റൽ സിനിമയായിട്ട് കണക്കാക്കുന്നത്. ദ ഫിലിം ഡസ് നോട്ട് ഫോളോ എ ടിപ്പിക്കൽ ഹീറോ സെൻറ്റേഡ് സ്റ്റോറി. പ്രധാനമായിട്ട് പല സിനിമകളിലുള്ളതുപോലെ ഒരു ഹീറോയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു സ്റ്റോറി അല്ല നമുക്ക് ഈ സിനിമയ്ക്കകത്ത് വരുന്നത്. അത് തന്നെ നമ്മളൊരു എക്സ്പെരിമെന്റേഷന്റെ ഭാഗമായിട്ട് കണക്കാക്കുന്നു. Instead, it focuses on flawed, ordinary characters who struggle with poverty, emotional pain and broken family bonds. അതിന് പകരം നമ്മൾ ഈ സിനിമയ്ക്കകത്ത് പല കഥാപാത്രങ്ങളെയാണ് കാണുന്നത്. അവരെല്ലാവരും തന്നെ ഓർഡിനറി ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ്. ഈ പോവർട്ടി, അതുപോലെ തന്നെ ഇമോഷണൽ പെയിൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്ന ഓർഡിനറി ക്യാരക്ടേഴ്സ് ആണ് നമ്മൾ ഈ സിനിമയ്ക്കകത്ത് കാണുന്നത്. This shift from hero worship to human vulnerability makes the film feel fresh and honest. അത്തരത്തിൽ ഒരു ഹീറോ വർഷിപ്പ് അല്ലെങ്കിൽ ഹീറോ സെൻറ്റേഡ് സ്റ്റോറിയിൽ നിന്ന് ഇത്തരത്തിൽ വൾണറബിൾ ക്യാരക്ടേഴ്സിലേക്ക് ഫോക്കസ് വരുന്നത് കൊണ്ട് നമുക്കിതൊരു എക്സ്പെരിമെന്റൽ ഫിലിം ആണെന്ന് പറയാം. ദ മൂവി ഓൾസോ എക്സ്പെരിമെന്റ്സ് വിത്ത് ഇറ്റ് സെറ്റിംഗ്. ഇതുകൂടാതെ സിനിമയുടെ സെറ്റിങ്ങിനകത്തും നമുക്ക് ചില എക്സ്പെരിമെന്റ്സ് കാണാൻ സാധിക്കും. ദ വില്ലേജ് ഓഫ് കുമ്പളങ്ങി ഈസ് നോട്ട് ഷോൺ ആസ് എ പെർഫെക്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ്. സാധാരണ നമ്മൾ ഇത്തരത്തിൽ ഗ്രാമ അന്തരീക്ഷത്തെ കാണുന്നത് പോലെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ഥലം എന്ന രീതിയിലല്ല കുമ്പളങ്ങിയെ ഈ സിനിമയ്ക്കകത്ത് അവതരിപ്പിക്കുന്നത്. ഇറ്റ് ഈസ് ഇംപെർഫെക്റ്റ് ആൻഡ് ഫുൾ ഓഫ് സ്മോൾ കോൺഫ്ലിക്ട്സ് ബട്ട് ഇറ്റ് സ്റ്റിൽ ഫീൽസ് അലൈവ് ആൻഡ് മീനിങ് ഫുൾ. അപ്പോൾ അവിടെ ഈ ചെറിയ രീതിയിൽ തർക്കങ്ങളും അതുപോലെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലം എന്ന രീതിയിലാണ് ഈ ഒരു ഏരിയയെ കാണിക്കുന്നത്. എങ്കിൽ തന്നെയും അത് മനോഹരമായൊരു സ്പേസ് ആണ് എന്ന രീതിയിൽ കൂടി സിനിമയ്ക്കകത്ത് അവതരിപ്പിക്കുന്നുണ്ട്. ദ ക്യാരക്ടേഴ്സ് ഓൾസോ മേക്ക് ദ ഫിലിം എക്സ്പെരിമെന്റൽ. ഇതുകൂടാതെ ക്യാരക്ടേഴ്സിലും നമുക്ക് ഈ ഒരു എക്സ്പെരിമെന്റേഷൻ കാണാൻ സാധിക്കും. ദ വില്ലൻ ഷമ്മി ഈസ് റിട്ടേൺ ഇൻ എൻ അൺയൂഷ്വൽ വേ. പ്രത്യേകിച്ചും ഈ ഷമ്മി എന്ന വില്ലൻ കഥാപാത്രത്തിലാണ് നമുക്ക് ആ ഒരു എക്സ്പെരിമെന്റ് കാണാൻ സാധിക്കുന്നത്. ഹി ലുക്സ് കാം ആൻഡ് പൊളൈറ്റ് ബട്ട് ദ ഫിലിം സ്ലോലി എക്സ്പോസസ് ഹിസ് ഡേഞ്ചറസ് ബിഹേവിയർ. തുടക്കത്തിൽ വളരെ പൊളൈറ്റ് ആയിട്ടുള്ള റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ക്യാരക്ടർ ആയിട്ടാണ് ഷമ്മിയെ കാണിക്കുന്നത്. പക്ഷേ പതുക്കെ പതുക്കെ അയാളുടെ ഡേഞ്ചറസ് ആയിട്ടുള്ള ക്യാരക്ടർ സിനിമ അവതരിപ്പിക്കുന്നു. Instead of showing him as a loud villain, the film uses silence, tension and discomfort to reveal his nature. അപ്പോൾ സാധാരണ വില്ലൻ കഥാപാത്രങ്ങളെ തുടക്കം മുതൽ ഭയങ്കര വയലന്റ് ആയിട്ടാണ് സിനിമകളിൽ നമ്മൾ അവതരിപ്പിക്കുന്നത് കണ്ടിരിക്കുന്നത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ പൊളൈറ്റ് ആയിട്ട് റെസ്പെക്ട്ഫുൾ ആയിട്ടൊരു ക്യാരക്ടറിന്റെ ഈ ഒരു പേഴ്സണാലിറ്റി കൊണ്ട് അയാൾ ഡേഞ്ചറസ് ആവുന്ന ആ ഒരു എക്സ്പെരിമെന്റൽ രീതിയിലാണ് ഈ വില്ലൻ കഥാപാത്രത്തെ ഈ സിനിമയ്ക്കകത്ത് അവതരിപ്പിക്കുന്നത്. The film moves away from traditional storytelling and creates a new form of emotional realism. അത്തരത്തിൽ സാധാരണ സിനിമകളിലുള്ള പാറ്റേണിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുതിയ രീതിയിൽ ഇത് അവതരിപ്പിക്കുന്നു. ഇത് ഇമോഷണൽ റിയലിസത്തോടു കൂടി അവതരിപ്പിക്കുന്നു. ദിസ് മേക്സ് ഇറ്റ് എ സ്റ്റാൻഡ് ഔട്ട് എക്സ്പെരിമെന്റ് ഇൻ മലയാളം സിനിമ. അതുകൊണ്ടാണ് നമ്മളിതൊരു എക്സ്പെരിമെന്റൽ സിനിമ എന്ന രീതിയിൽ പറയുന്നത്. ഇനി ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രിപ്പയർ എ ഫാമിലി ട്രീ അക്കോർഡിംഗ് ടു ദ റിലേഷൻഷിപ്സ് പോർട്രേഡ് ഇൻ കുമ്പളങ്ങി നൈറ്റ്സ് and label the connections and explain how each relationship influences a story. ഇതിലെ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള റിലേഷൻസ് കാണിക്കുന്ന ഒരു ഫാമിലി ട്രീ പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത്. പിന്നെ ഇവരുടെ റിലേഷൻസ് എങ്ങനെയാണ് ഈ ഒരു സ്റ്റോറിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നും ചോദിക്കുന്നു. The family tree in Kumbalangi Nights is unusual because the four brothers do not share the same parents. ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ളൊരു ഫാമിലി ട്രീ ആണ് നമ്മളിൽ കാണുന്നത്. പ്രധാനമായിട്ടും ഈ 4 ബ്രദേഴ്സിനും സെയിം പാരൻസ് അല്ല എന്നുള്ളതാണ് അതിന് റീസൺ ആയിട്ട് നമ്മൾ കാണുന്നത്. Saji and Boni have different parents, and Bobby and Frankie are children of Saji's father and Boni's mother. സജിയും ബോണിയും തമ്മിൽ ഡയറക്റ്റ് ആയിട്ട് റിലേഷൻ ഒന്നുമില്ല. അവർക്ക് രണ്ടുപേർക്കും ഡിഫറെന്റ് പാരൻസ് ആണുള്ളത്. എന്നാൽ സജിയുടെ ഫാദറും ബോണിയുടെ മദറുമാണ് മറ്റു 2 ബ്രദേഴ്സായിട്ട് വരുന്ന ബോബിയുടെയും ഫ്രാങ്കിയുടെയും പാരൻസ് ആയിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു ഓവർലാപ്പിംഗ് ആയിട്ടുള്ള കണക്ഷൻ ആണ് ഇവർ തമ്മിൽ നമ്മൾ കാണുന്നത്. This overlapping structure creates emotional distance among the brothers.
അപ്പോൾ തുടക്കത്തിൽ ഇത്തരത്തിലുള്ള ഈ ഒരു റിലേഷൻ ഇവർ തമ്മിലൊരു ഇമോഷണൽ ഡിസ്റ്റൻസ് ഉണ്ടാവുന്നതിനൊക്കെ കാരണമാവുന്നുണ്ട്. പ്രത്യേകിച്ചും നമ്മൾ കാണുന്നത് ഈ ബോബി എന്ന് പറയുന്ന ക്യാരക്ടർ സജിയെ ചേട്ടൻ എന്ന് വിളിക്കുന്നില്ല. അയാളുടെ കല്യാണക്കാരി സംസാരിക്കാൻ പോകുന്ന സമയത്താണ് ആദ്യമായിട്ട് ബോബി സജിയെ ചേട്ടൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത്തരത്തിലൊരു ഇമോഷണൽ ഡിസ്റ്റൻസ് ഒക്കെ ഇവർ നമ്മൾ തുടക്കത്തിൽ ഉള്ള രീതിയിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. സജി ഫീൽസ് റെസ്പോൺസിബിൾ ആൻഡ് ഗിൽറ്റി, ബോബി ഫീൽസ് ഇൻസെക്യൂർ. ഇതുകൂടാതെ ഇവരെ ഈ ഒരു ഫാമിലി സ്ട്രക്ചർ എഫക്ട് ചെയ്യുന്നത് നമ്മൾ കാണുന്നു. സജി ഇങ്ങനെ തന്റെ റെസ്പോൺസിബിലിറ്റി നിറവേറ്റാൻ പറ്റാത്തതിന്റെ കുറ്റബോധമുള്ളൊരു കഥാപാത്രമായിട്ട് നമ്മൾ കാണുന്നു. ബോബി ആണെങ്കിൽ ഇൻസെക്യൂർ ആയിട്ട് ഇങ്ങനെ അലസമായി നടക്കുന്ന ഒരാളായിട്ട് നമ്മൾ കാണുന്നു. ബോണി സ്റ്റേസ് സൈലന്റ് ആൻഡ് ഫ്രാങ്കി ഫീൽസ് അബാൻഡൻഡ് ബൈ ഓൾ ഓഫ് ദം. ബോണി ആണെങ്കിൽ മറ്റുള്ളവരുമായിട്ട് അധികം ഇന്ററാക്ട് ചെയ്യാതെ ഒരു ഇൻട്രോവേർട്ടിനെ പോലെ ആവുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഫ്രാങ്കി ആണെങ്കിൽ ഇവരെല്ലാവരും തന്നെ അബാൻഡൻ ചെയ്തുന്ന രീതിയിൽ ഇങ്ങനെ ഒറ്റപ്പെട്ട രീതിയിലാണ് നമ്മൾ കാണുന്നത്. ദി ആബ്സെൻസ് ഓഫ് മദർ ഇൻ ദ ഫിലിം ഓൾസോ പാർട്ട് ഓഫ് ദ ഫാമിലി ട്രീ. ഇതുകൂടാതെ ഇവരുടെ മദർ ഈ വീട്ടിലില്ല എന്നുള്ളതും ഇവരുടെ ഫാമിലി ട്രീയും റിലേഷൻസിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഘടകമായിട്ട് നമ്മൾ കാണുന്നു. ഹർ ഡിസിഷൻ ടു ലീവ് അഫക്ട്സ് ഓൾ ദ ബ്രദേഴ്സ് ബിഹേവിയർ. അപ്പോൾ അവർ ഈ വീട് വിട്ട് പോയിട്ടുള്ള കാര്യം ഈ ബ്രദേഴ്സിന്റെ ബിഹേവിയറിന്റെയും പേഴ്സണാലിറ്റിയും ഒക്കെ അഫക്ട് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ദിസ് ബ്രോക്കൺ ഫൗണ്ടേഷൻ ഇൻഫ്ലുവൻസസ് ദി എൻ്റയർ സ്റ്റോറി. ദ ബ്രദേഴ്സ് ഹീലിംഗ് ബിക്കംസ് വൺ ഓഫ് ദ ഫിലിംസ് മെയിൻ തീംസ്. അപ്പോൾ ഈ സിനിമയുടെ സ്റ്റോറിയുമായിട്ട് ഇതിന്റെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ഇതിന്റെ സെൻട്രൽ തീം തന്നെ ഈ ബ്രദേഴ്സിന്റെ ഈ റിലേഷനും അതുപോലെ തന്നെ അവര് സിനിമയുടെ അവസാനത്തിൽ യുണൈറ്റ് ചെയ്യുന്നതും ഒരുമിക്കുന്നതും എന്ന രീതിയിലാണ് നമ്മൾ കാണുന്നത്. ദ ഫാമിലി ട്രീ എക്സ്പാൻഡ്സ് വെൻ ബോബി ഫോൾസ് ഇൻ ലവ് വിത്ത് ബേബി. ബോബീസ് റിലേഷൻഷിപ്പ് വിത്ത് ദി അമേരിക്കൻ ടൂറിസ്റ്റ് ഫർദർ റീഷേപ്സ് ദ ഫാമിലി ട്രീ. പിന്നീട് സിനിമയുടെ അവസാനമാകുമ്പോഴേക്കും പുതിയ മെമ്പേഴ്സ് കൂടി ഫാമിലിയിലേക്ക് വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ബോബിയുടെ ഗേൾഫ്രണ്ട് ആയിട്ടുള്ള ബേബിയും അതുപോലെ തന്നെ ബോണിയുടെ പാർട്ട്ണറായിട്ടുള്ള അമേരിക്കൻ ടൂറിസ്റ്റും എല്ലാം ഫാമിലിയിലേക്ക് കടന്നു വരുന്നത് നമ്മൾ കാണുന്നു. ഈച്ച് കണക്ഷൻ ഇൻ ദിസ് അൺയൂഷ്വൽ ഫാമിലി ട്രീ പുഷസ് ദ ക്യാരക്ടേഴ്സ് ടുവേർഡ്സ് ഹീലിംഗ്, യൂണിറ്റി ആൻഡ് ഇമോഷണൽ മെച്യൂരിറ്റി. അങ്ങനെ ഇതിൽ ഓരോരുത്തരും കടന്നു വരുന്നതും ഓരോരുത്തരുമായിട്ടുള്ള റിലേഷനും ഇൻട്രാക്ഷനും എല്ലാം തന്നെ മറ്റുള്ളവരെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അതുപോലെ ഒരുമിച്ച് നിൽക്കാനും എല്ലാം ഈ ക്യാരക്ടേഴ്സിനെ പ്രേരിപ്പിക്കുന്ന രീതിയിലാണ് നമ്മളിതിൽ കാണുന്നത്. ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.